ശരി ജെ.കെ. ഇവിടെ നാട് ഞെട്ടിയ കേരള ചരിത്രം കാണാത്തവണ്ണമുള്ള ഒരു മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഭാഗത്ത് കിടക്കുകയാണ്. അപ്പൊ ആ വാർത്ത മറയ്ക്കാൻ ഇതിങ്ങനെ പ്രലോഭനമായി കൊണ്ടുപോകുന്നു എന്നതാണ് കോൺഗ്രസിന്റെ വാദം. ജെയ്സി തോമസ് ഒരു MLA ആണ്, ഏഴാം നാൾ ഒളിവിൽ കഴിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന്റെ ഏതാനും മണിക്കൂർ മുമ്പ് പാലക്കാട് വളരെ സജീവമായ MLA ഏഴാം നാൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ചോദ്യമാണ്. നമ്മുടെ പോലീസ് അത്ര കഴിവുകെട്ട സംവിധാനമാണോ ജയിക്ക്? നിങ്ങൾ പറഞ്ഞല്ലോ പരാതി കൊടുക്കുന്നു പിറ്റേ ദിവസം. ജയിക്ക് തീർച്ചയായിട്ടും ഇപ്പൊ കുറ്റം മുഴുവൻ കേരള പോലീസിനെ സംബന്ധിച്ചാണ് ബഹുമാനായ കോൺഗ്രസ് പ്രതികരണങ്ങളാകെ കാണാൻ പറ്റുന്നത്. എന്തൊരു വിരോധാഭാസമാണ് നോക്കണേ. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയ സംരക്ഷണയിൽ വളർത്തിക്കൊണ്ടുവന്ന KSU യൂത്ത് കോൺഗ്രസ് പാലക്കാട് MLA വരെയായി വളർത്തിക്കൊണ്ടുവന്നയാൾ നമ്മളുടെ നാട്ടിലെ കോൺഗ്രസിന്റെ MP-യുടെ കുടുംബത്തെ ദാരുണമാം വിധം ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നു. പത്തനംതിട്ടയിലെ സംസ്ഥാന കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തെ ദാരുണമായി ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നു. കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികളെ ആക്രമിച്ചില്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. തന്നിൽ നിന്ന് ക്യാരിങ് ആയ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി കൊല്ലാൻ നിമിഷങ്ങൾ മതിയെന്നും അൺസയന്റിഫിക് ആയിട്ടുള്ള ഇങ്ങനെ അലമ്പാക്കല്ലേ. ഞാൻ അലമ്പാക്കില്ല. അല്ല ജയിക്ക്, ഇവിടെ നമ്മളിവിടെ ഈ മറ്റേ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഒരൊറ്റ മിനിറ്റ് ജയിക്ക്, ഒരു മിനിറ്റ് ജയിക്ക്, അല്ല ഒരു മിനിറ്റ് ജയിക്ക്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണോ? തെമ്മാടിത്തരം കാണിക്കുന്നോ? നിങ്ങളുടെ പരാതി ഉണ്ടെ പോലീസിന് കൊടുക്ക്. പരാതി പോലീസിന് കൊടുക്ക്. ഏത് എംപിയുടെ മകൾ കാണിക്കുന്നു ചാനലിൽ വന്നിരുന്നു? അല്ല രാഹുൽ ഈശ്വർ കാണിക്കുന്നതാണ് ജയ് തോമസ് കാണിക്കുന്നത്. ജെയ്സി തോമസ് ഇവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നൊരു പ്രശ്നമുണ്ട്. ശരിയാണ്. അല്ല രാജു പി നായർ ആ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞാൽ MP-യുടെ മകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദ്രവിച്ചു എന്നെങ്കിൽ അത് അതിജീവിതയല്ലേ, ഐഡന്റിറ്റി വെളിപ്പെടുത്തലല്ലേ? പറയട്ടെ ജയിക്ക് പറയട്ടെ. ജയിക്ക് അല്ല അദ്ദേഹം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തടസ്സപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോ ഞാൻ മറുപടിയിലേക്ക് വരാം. ഞാൻ ആരുടെയും രാഹുൽ സഹോദരന്മാരുടെ ക്ലാസ്സിൽ നിന്നല്ല ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. ആ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ അങ്ങയുടെ ആപ്പീസിലും അങ്ങയുടെ സുഹൃത്ത് വലയത്തിലും ഉണ്ടോ എന്നുള്ളത് അങ്ങ് സൗകര്യം കിട്ടപ്പോൾ നോക്കിയാൽ മതി. ഞാനൊരു സർവൈവറെയും അപമാനിക്കില്ല, ഞാനൊരാളുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തത്തില്ല. ഞാൻ ഈ കാര്യത്തിനകത്ത് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ള അക്കാര്യത്തിലുണ്ട്. MP-യുടെ മകൾ ഒരു MP-യുടെ മകൾ എന്ന് പറഞ്ഞാൽ എല്ലാ MP-മാരുടെ മക്കളെയും സംശയം നിർത്തുകയാണെന്നാ പറയുന്നത്. ആ വാദത്തിൽ കഴമ്പുണ്ട് ജയിക്ക്. CPM-ന്റെ മകളെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത്? അല്ല, ജെയ്സി തോമസ് ഉറപ്പിച്ചു പറയാൻ CPM-ന്റെ MP-യുടെ മകളെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത്? ജയിക്ക് പറഞ്ഞു പൂർത്തിയാവും. നമ്മൾ വഷളാവല്ലേ പറഞ്ഞു വഷളാവല്ലേ ഇല്ല പറഞ്ഞു വഷളാവല്ലേ അല്ല ഇല്ല പറഞ്ഞു വഷളാവല്ലേ കഴിയുമെങ്കിൽ മ്യൂട്ടാക്കിയാൽ ഞാൻ മറുപടിയിലേക്ക് വരാം. ജയിക്ക് പറയൂ. ഇല്ല ജയിക്ക് ഒരു അതിജീവിത പരാതികളോട് തീരുമാനിക്കേണ്ടത് അവരുടെ തീരുമാനമാണ്, അവരുടെ തീരുമാനം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു പരാതി പൊതുസമക്ഷം ഇല്ലെങ്കിൽ നമ്മൾ വന്നൊരു MP-യുടെ മകൾ എന്ന് പറയുന്നത് തെറ്റാണ് ജയിക്ക്, അല്ലേ? രാജു പ്ലീസ് അല്ല ജയിക്ക് പറഞ്ഞു പൂർത്തിയാകട്ടെ. ജയിക്ക് പറഞ്ഞു പൂർത്തിയാകട്ടെ. പറയൂ ജയിക്ക് പറയൂ. കോൺഗ്രസ് പ്രതിനിധിയുടെ പർവ്വത സമാനമായ ആശങ്ക ഇപ്പൊ തന്നെ അതാ കയ്യോടുകൂടെ അങ്ങ് തീർത്തു തരികയാണ് കേട്ടോ. 3 months ബിഫോർ 24 ന്യൂസിന്റെ PCR ടീമിന് ഞാൻ അങ്ങ് അയച്ചു കൊടുത്തിട്ടുണ്ട്. 3 months ബിഫോർ
കോൺഗ്രസിന്റെ അനൌദ്യോഗിക മുഖപത്രമായ മലയാള മനോരമയുടെ ഇത് വീക്ക് അല്പം ഒരു ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാസികയാണ്. അതുകൊണ്ട് അങ്ങേക്ക് വായിക്കാൻ തരം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങീ പറഞ്ഞ തെമ്മാടിത്തരം ഉണ്ടല്ലോ, നല്ല വെടിപ്പുള്ള ഭാഷയിൽ അയ്യോ, അരുത്. മനോരമയുടെ 3 മാസങ്ങൾക്ക് മുമ്പ് എഴുതി. എന്താ വീക്കിന്റെ തലവാചകം? The complainant includes the daughter of a former Congress MP. The complainant includes daughter of a former Congress MP. The complainant includes daughter of a former Congress MP. തെമ്മാടിത്തരമാണെന്ന് പറയാൻ തന്റെ ഉണ്ടോ രാജു പി നായരെ? അല്ല, ജെക്സി തോമസ് അല്ല ജെക്സി തോമസ് വീക്കിൽ വന്ന തെമ്മാടിത്തരം പറഞ്ഞത് പറയാൻ കരളുറപ്പുണ്ടോ? അതോ ഈ സെക്ഷൽ പ്രവർത്തകളെ കാണുമ്പോൾ ഇടിക്കുന്ന വളയുന്ന നട്ടലുമായിട്ടാണോ അങ്ങ് ചാനലിലും വന്നിരിക്കുന്നത്? ഇത് വീക്കിന്റെ 3 മാസം പുറകെയുള്ള വാർത്തയാണ് ഞാൻ കോട്ട് ചെയ്തത്. അന്ന് ഒരു കോൺഗ്രസ്സുകാരനെയും കണ്ടില്ല തെമ്മാടിത്തരമാണെന്ന് പറയാൻ. അന്ന് അന്തസ്സുള്ള ഒറ്റ കളകാരിയും കണ്ടില്ല. പറയരുത് പറയാൻ. മലയാള മനോരമ ഇത് വീക്കിൽ 3 മാസം മുമ്പ് എഴുതിയപ്പോ ശരി. പക്ഷേ അല്ല, ഞങ്ങളുടെ വീക്കാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്ക് ആത്മബോധം ഉണ്ടോ എന്നുകൂടി ആലോചിക്കണം. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.